Hello guys, welcome back to my YouTube channel. It's me Meera. Soft voice, strong show, infinite spark. Welcome to Meera's ബിഗ് ബോസ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? നിങ്ങൾ എത്ര പേര് ബിഗ് ബോസ് കാണാറുണ്ട്? ഡെയിലി ലൈവ് കാണുന്നവരുണ്ടാവാം, ഇല്ലെങ്കിൽ ഒരു 1 hour എപ്പിസോഡ് കാണുന്നവരുണ്ടാവാം. അങ്ങനെ പല രീതിയിലും ബിഗ് ബോസിനെ ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ടാവും. അവരോടൊക്കെ എനിക്ക് ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഈ ഒരു ബിഗ് ബോസിലൂടെ എന്ത് പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ മെസ്സേജാണ് ബിഗ് ബോസ് സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തതാണ്. കാരണം ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഒരു സീസണിൻ്റെയും അഡിക്റ്റ് ആയിട്ട് കണ്ടതോ ഒരു വ്യക്തിയല്ല. പക്ഷേ ഈ ഒരു സീസൺ 7 തുടങ്ങിയപ്പം എന്താണ് ബിഗ് ബോസ് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് ഞാൻ കണ്ടു തുടങ്ങിയതായിരുന്നു. ഒരു 2 ആഴ്ചക്കാലം, ആദ്യത്തെ 2 ആഴ്ചക്കാലം ഞാനത് കാണുകയും ചെയ്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം എനിക്ക് ഈ ഒരു സംഭവത്തോട്, ബിഗ് ബോസ് എന്ന സംഭവത്തോട് എനിക്ക് വെറുപ്പാണ് തോന്നിയത്. എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഒരു ഗെയിം ആണെങ്കിലും അതിൽ കൂടുന്ന കച്ചറകളാണെങ്കിലും ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസ് പരിപാടിയെ നിർത്തി. ഞാനിപ്പോൾ അത് കാണാറില്ല. അതിൻ്റെ കൂടെ 2 ദിവസം മുമ്പാണ് ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് യൂട്യൂബിൽ ഈ ഒരു വീഡിയോ കണ്ടത്. കുറച്ച് കുട്ടികൾ ബിഗ് ബോസിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയണത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ 10-15 വയസ്സിനിടയിലുള്ള കുട്ടികൾ അവർ ബിഗ് ബോസിനെ കുറിച്ച് അവരുടേതായ അഭിപ്രായങ്ങൾ പറയണത്. പക്ഷെ ഈ ഒരു ബിഗ് ബോസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണോ? നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സ്കൂളിൽ നിന്ന് വന്നേക്കണേ അക്കാഡമിന്നല്ലേ? ബിഗ് ബോസ് കാണാറുണ്ടോ? ഈ സീസണിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? ഇഷ്ടപ്പെടാൻ കാരണം നന്നായി കളിക്കും പിന്നെ നല്ല സ്വഭാവമാണോ? വേറെ അനീഷ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? രേണുസുതിയോ അനിമോളോ? അനിമോൾ എങ്ങനെയുണ്ട്? ഫുള്ള് കരച്ചിലായോണ്ട് അങ്ങനെ ഒരു കളിന്റെ ആ ഒരു ഇത് വരുന്നില്ല. പുതിയ ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. മസ്താനേനെ കുറച്ച് ഒരു 6 പേര് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അവരെങ്ങനെയുണ്ട്? ആര്യനും കിസലൊക്കെയോ? കണ്ടില്ലേ? മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു ബിഗ് ബോസ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ സ്വീകരണ മുറിയിലേക്ക് എത്തുന്ന ഈ ഒരു ബിഗ് ബോസ് എന്ത് പോസിറ്റീവായിട്ടുള്ള ആശയമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടാത്തൊരു കാര്യമാണിത്. ബിഗ് ബോസിലൂടെ എന്ത് പോസിറ്റീവായിട്ടുള്ള ആശയമാണ് സമൂഹത്തിന് കൊടുക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ നോക്കിയിട്ട് ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ അടി കൂടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചത്തിൽ സംസാരിക്കുന്നു, പകയും വിദ്വേഷവും മാത്രമേ ഞാൻ ഈ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നേ ദിവസം വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് ഞാനൊരു സ്ഥിരമായിട്ടുള്ള ബിഗ് ബോസ് അഡിക്റ്റ് ആയിട്ട് കാണുന്ന ഒരാളല്ല. പക്ഷേ സീസൺ 7 തുടങ്ങിയപ്പം എന്താണിത് എന്നറിയാനുള്ളൊരു ആകാംക്ഷയിൽ ക്യൂരിയോസിറ്റിയിൽ ഒരു 2 ആഴ്ചക്കാലം ഞാൻ കണ്ടിരുന്നു. അപ്പം എൻ്റെ 1ാം ക്ലാസ് പഠിക്കുന്ന മോളും എൻ്റെ കൂടെ ഇരുന്ന് ഈ ഒരു ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ അടി നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ കുട്ടി ഇതിനുള്ളിൽ ഭയങ്കരമായിട്ട് ഇവർ എന്തിനാണ് അടി കൂടുന്നത് എന്നുള്ളൊരു ആകാംക്ഷയിൽ കുട്ടി നോക്കിക്കാണുമ്പം ഞാൻ വിചാരിച്ചു, കൊച്ചിനും ഇതാണല്ലോ കാണുന്നത്. അപ്പോൾ കൊച്ചും വിചാരിക്കും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടി തീർക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടി മനസ്സിലാക്കി വെക്കും. അങ്ങനെയൊക്കെയല്ലേ കുട്ടികൾ മനസ്സിലാക്കി വെക്കുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഈ ഒരു സംഭവം മുന്നോട്ട് കണ്ടാൽ ശരിയാവില്ല. കൊച്ച് എന്താണ് ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്, എന്താണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബിഗ് ബോസ് പരിപാടിയെ നിർത്തി. ഞാനിപ്പോൾ ബിഗ് ബോസ് കാണാറില്ല. അപ്പം നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ടാവും, ബിഗ് ബോസ് നീ കാണുന്നില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ ചോദിക്കുന്നവരോടും ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഷോ തന്നെയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പകയും വിദ്വേഷവും മാത്രമല്ലേ ഇവര് പുറത്തേക്ക് വിടുന്നത്? അപ്പൊ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഈ ഒരു ബിഗ് ബോസ് ഒരു നിലവാരത്തിൽ പെടാത്തൊരു ഷോ അല്ലേ? ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയണത്. ഷോ എന്ന രീതിയിൽ അവർക്ക് നല്ല റേറ്റിങ്ങും നല്ലതായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള വരുമാനം കണ്ടെത്തുന്ന ഒരു ഷോ തന്നെയാണ്. പക്ഷേ സമൂഹത്തിൽ നിന്ന് നോക്കുമ്പം എന്ത് കാര്യമാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? പൊതുസമൂഹത്തിന് എന്താണ് ബിഗ് ബോസിലൂടെ കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തന്നെ ക്യാമറയിൽ പെടാൻ വേണ്ടിയിട്ട്, താൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കിടന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കുക, ഇതാണ് അവിടെ കാണുന്നത്.
ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ കുട്ടിക്കാലത്തുള്ള കുട്ടികളുടെ ആ ഒരു കുട്ടിത്തത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് കുട്ടികൾ. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താണ് ഈ ഒരു ഓണക്കാലം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പൂ പറിക്കാനും അത്തപ്പൂക്കൾ ഇടാനും ഊഞ്ഞാലാടാനും അങ്ങനെയുള്ള പല പല കളികളിൽ മുഴുകുന്ന കുട്ടികളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ല, ആ ഒരു ചിന്താഗതിയെ ഇല്ലാത്ത കുട്ടികളാണ്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബിഗ് ബോസ് പോലത്തെ ഷോ ഒക്കെ ഈ കുട്ടികൾ കാണുമ്പം അവരും തെറ്റിദ്ധരിക്കുകയല്ലേ, ഞാനും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളോട് ശബ്ദമുയർത്തി സംസാരിക്കും, വിദ്വേഷവും വെറുപ്പും ഒക്കെ മറ്റുള്ളവരിലേക്ക് നമുക്കും ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ വളരെ മോശമായിട്ട് മനസ്സിലാക്കി വെക്കും ഈ ഒരു ഷോയിലൂടെയൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു കുട്ടികൾ ഈ ഒരു ഷോയിനെ കുറിച്ച് വളരെയധികം ചിന്തിച്ച് ഇത് കാണുന്ന ആ ഒരു താല്പര്യത്തോട് സംസാരിക്കുന്ന കേട്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഷോയേ അല്ല. കുട്ടികളൊന്നും ദയവ് ചെയ്ത് ഈ ഒരു ഷോ ഒന്നും കാണിക്കാതിരിക്കും. അത് രക്ഷിതാക്കൾ നോക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊന്നും അല്ല കുട്ടികൾ പഠിക്കേണ്ടത്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങളും കളികളും ചിരികളും ഒക്കെ ആയിട്ട് അവരുടെ ബാല്യമായിട്ട് ആഘോഷിച്ച് ജീവിക്കാനാണ് നമ്മൾ വിടേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെയൊക്കെ ഷോ കാണിച്ച് അവരുടെ മനസ്സിലും ഓരോരോ വിഷയങ്ങളൊന്നും കുത്തിവെക്കാതിരിക്കുക. എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഷോയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് എന്നുള്ള വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.